നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അഡ്മിൻ അബ്യൂസിലെ കുറച്ച് ലീക്സാണ് പറയാൻ പോകുന്നത്. ഇന്ന് രാത്രിയാണ് നമ്മുടെ അഡ്മിൻ അബ്യൂസ് എന്ന് വെച്ചാൽ 1:30 ഫെബ്രുവരി 8 1:30 നമ്മുടെ അഡ്മിൻ അബ്യൂസ്. നമ്മുടെ ഈ അഡ്മിൻ അബ്യൂസ് കുറച്ച് ബ്രെയിൻ റൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഈ അഡ്മിൻ അബ്യൂസ് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ അഡ്മിൻ അബ്യൂസാണ്. കുറച്ച് ബ്രെയിൻ റൂട്ട്സും 2 ബേസിൻ്റെ സ്കിന്നും വരുന്നുണ്ട് വാലൻറ്റൈൻ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ആ ബ്രെയിൻ റൂട്ടിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ബ്രെയിൻ റൂട്ട് സ്കിന്നെ കാണാം. അപ്പോൾ എല്ലാവരും തുടങ്ങിയത് ലൈക്കും സബ് ചെയ്തോ. അപ്പോൾ നമുക്കറിയാമല്ലോ, മിക്കവാറും സാമി എല്ലാം കോപ്പി ബ്രെയിൻ റൂട്ട്സ് ഇറക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലക്കി ബ്ലോക്ക് ഇറക്കിയിട്ടുണ്ട്. ലക്കി ബ്ലോക്കിനകത്ത് കുറച്ച് കോപ്പി ബ്രെയിൻ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രെയിൻ റൂട്ട്സ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്കി ബ്ലോക്ക്. ഈ ലക്കി ബ്ലോക്കിനകത്ത് കുറച്ച് ബ്രെയിൻ റൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ ലക്കി ബ്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ട്. ഹാർട്ടിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കുറച്ച് ബ്രെയിൻ റൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഹോട്ട്സ്പോട്ടിൻ്റെയൊക്കെ കൂട്ടത്തിൽ വരുന്നൊരു ബ്രെയിൻ റൂട്ട്. ആ ബ്രെയിൻ റൂട്ട് കറക്റ്റ് എനിക്ക് പേരൊന്നും അറിയത്തില്ല. നമുക്ക് ആ ബ്രെയിൻ റൂട്ട് വഴിയെല്ലാം ഞാൻ കാണിച്ചു തരാം. വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട് ഇതാണ്. നമ്മുടെ ജോബ് സോറിൻ്റെ ഒരു കോപ്പി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, മിക്കതും കോപ്പിയാണ് സാമി ഇറക്കുന്നത്. ജോബ് സോറിൻ്റെ ഒരു കോപ്പി. ലവ് സൗർ എന്നാണ് ഈ ബ്രെയിൻ റൂട്ടിൻ്റെ പേര്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ ബ്രെയിൻ റൂട്ട്. ഒരു റോസൊക്കെ പിടിച്ചിങ്ങനെ മുട്ടുവറ്റിരിക്കുന്ന ഒരു ചെറിയ ബ്രെയിൻ റൂട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട് കാണാൻ. ചുമന്ന ബോർഡറും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. എന്നാലും കോപ്പിയാണ്, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് വരുന്നത് ബേസിൻ്റെ സ്കിൻസാണ്. 2 സ്കിൻസ് വരുന്നുണ്ട്. ഒരു റോസിൻ്റെ ഒരു പൂക്കളുടെ ഒരു ബേസും പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ബേസും. അപ്പോൾ ആ ബേസൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ആ ബേസ്. നല്ല രസമില്ല കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. എനിക്കതാണ് ചുവപ്പ് വെള്ള സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റോസിൻ്റെ പെണ്ണുങ്ങളായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. മിക്കവാറും ഒരെണ്ണം നമ്മുടെ ഇൻഡെക്സ് കംപ്ലീറ്റ് ചെയ്യാനും വേറൊരെണ്ണം റോബക്സ് കൊടുത്ത് മേടിക്കാനായിരിക്കും വരുന്നത്. എൻ്റെ പ്രാർത്ഥന ചുവപ്പ് റോബക്സ് കൊടുത്ത് മേടിക്കാൻ കിട്ടണേന്നാണ്. ഇൻഡെക്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്കത് അറിയാം. എനിക്ക് ഏതൊരു ഇൻഡെക്സ് കംപ്ലീറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. എന്നാലും എനിക്ക് രണ്ട് ബേസും ഇഷ്ടപ്പെട്ടു. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റോസാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ലോസ് മൈ ക്യാൻഡി പോലത്തെ ബ്രെയിൻ റൂട്ട് കാണിച്ചില്ലല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ്ലി ബ്രെയിൻ റൂട്ട്. നമ്മുടെ ലോസ് മൈ ക്യാൻഡീസൊക്കെ പോലെ ഒരു ചോക്ലേറ്റൊക്കെ ഇരുന്നൊരു പൊട്ടിയ ഹാർട്ടൊക്കെ വെച്ച് അങ്ങനെ ഒരു മുട്ടുകുത്തിയിരിക്കുന്ന ഒരു ബ്രെയിൻ റൂട്ടാണ്. ഇതും ഏകദേശം ഒരു കോപ്പി ബ്രെയിൻ റൂട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞത് വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ, അതിനകത്ത് മിക്കതും കോപ്പി ബ്രെയിൻ റൂട്ട്സാണ് വരുന്നത്. എനിക്ക് ബ്രെയിൻ റൂട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട്സ് എന്ന് പറയാൻ അങ്ങനെ ഇല്ല. നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ലോസ് കപ്പിൾസ് എന്ന് പറയുന്ന ബ്രെയിൻ റൂട്ടാണ്. എൻ്റെ പേരങ്ങനെയാണെന്ന് അറിയത്തില്ല. ലോസ് കപ്പിൾസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ലോസ് കപ്പിൾസ് എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലോസ് ട്രാലിറ്റോസും പിന്നെ അതിൻ്റെ ഫീമെയിൽ വേർഷനും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ പോലെ സംഭവം ഇങ്ങനെ കറങ്ങുന്നൊരു ആനിമേഷനൊക്കെ ഉള്ള ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയാം, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു കോപ്പി ബ്രെയിൻ റൂട്ടാണ്. കോപ്പി പറഞ്ഞിട്ട് കാര്യം, ഇത്രയും ബ്രെയിൻ റൂട്ട്സൊക്കെ ഇറക്കുന്നില്ല. അന്നേരം കുറേയൊക്കെ കോപ്പി ഇറക്കേണ്ടി വരും. ഇത്രയല്ലേ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പുള്ളിക്കൊന്നും പറ്റില്ല. നമുക്കൊന്നും മിക്കതും ഇതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ഭാഗ്യം അറിയാമല്ലോ. ഈ അഡ്മിൻ അബ്യൂസിൽ നിന്ന് മിക്കതും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാലും നല്ല രസമുണ്ട് കാണാൻ, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട് സ്പാഗറ്റി ടോയ്ലറ്റിയുടെ ഒരു കോപ്പിയാണ്. നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് തറയിൽ റോസൊക്കെ വെച്ച ഒരു കോപ്പിയാണ്. ഇതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്. ആനിമേഷൻ ആ വീഡിയോ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു അബ്സല്യൂട്ട് സിനിമ എന്ന് പറഞ്ഞൊരു മീമില്ലേ, അതിൻ്റെ ഒരു ബേസിലാണ് ഇപ്പോൾ ഈ ഫോട്ടോ തന്നിരിക്കുന്നത്. എന്താണ്ട് ഈ സാധനം ഈ ഫോട്ടോയിൽ ബേസിലാണ് ഇത് എന്താന്ന് ഇത് സാമി പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഏറ്റവും അടി പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ നടക്കുന്നത് ആനിമേഷൻ. ഇതാണ് ഇതിൻ്റെ ആനിമേഷൻ എന്ന് വെച്ചത്. ഒരു കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൈ നമ്മുടെ നേരെ ചൂണ്ടിയിട്ട് ഒരു ഹാർട്ട് ഷേപ്പൊക്കെ കാണിക്കുന്ന ഒരു ആനിമേഷൻ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോപ്പിയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതും മറ്റേ ലക്കി ബ്ലോക്കിൽ നിന്നായിരിക്കും വരുന്നത്. ഇത് മിക്കവാറും ലാവ് സീക്രട്ടിൻ്റെ സാധനത്തായിരിക്കും. എന്ന് വെച്ചാൽ 0.1% ആയിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഈസോക്സെക്കോളയുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സാധനം കാണാൻ കുറവാണ്. സാമി പറയട്ടില്ല. പിന്നെ ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞില്ല, പോർട്ട് സാധനത്തുള്ള സാധനം പംകിൻ്റെ ഒക്കെ സ്പൂക്കി പംകിൻ എന്നൊക്കെ കിട്ടുന്ന ലക്കി ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന ആ സാധനം പോലത്തെ വാലന്റൈൻ ഡേ സ്പെഷ്യൽ ഒരു ലവ് അങ്ങനെ എൻ്റെ പേര്, ഞാൻ എൻ്റെ പേര് മറന്നുപോയി. അങ്ങനെയാണ് എൻ്റെ പേര്. ഇതും നമ്മുടെ
ലക്കി ബ്ലോക്കിൽ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. കുറച്ച് കൂടുതൽ ബ്രെയിൻ റൂട്ട്സൊക്കെ ലക്കി ബ്ലോക്കിൽ കാണും. ഈ സോസൊക്കെ ചിലപ്പോൾ കാണും, പറയാൻ പറ്റത്തില്ല. ഈ ബ്രെയിൻ റൂട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല രസമുണ്ട്, എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അപ്പോൾ അടുത്ത ബ്രെയിൻ റൂട്ട് പോവാം. അടുത്ത ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡുൾഡുൾഡുളിൻ്റെ കോപ്പി പോലെ ലുല്ലു എന്നാണ് അതിൻ്റെ കോപ്പിയാണ് ഈ സാധനത്തിൻ്റെ പേര്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. നല്ല രസമാണ്, കോമഡി ആയിട്ടുണ്ട് ഈ സാധനം കാണാൻ. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലുല്ലു എന്നാണ് എൻ്റെ പേര്. സാമി ലുല്ലു എന്ന് രസമാണ്. എൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് കാണിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല കമൻറ്റ് ചെയ്തുതരാം. നമുക്ക് അടുത്ത ബ്രെയിനിലോട്ട് പോവാം. അടുത്ത ബ്രെയിനിലോട്ടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പേര് റൂസി ആൻഡ് ടെഡി എന്നാണ്. ഇത് നമ്മുടെ സ്പൂക്കി ആൻഡ് പംകിൻ പോലെ റയർ ബ്രെയിൻ റൂട്ടായിരിക്കും മിക്കവാറും ഇത്. അപ്പം നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗി ബ്ലോസം അല്ല ചില്ലിൻ ചില്ലിയുടെ ഒരു അടുത്ത കോപ്പി വേർഷനാണ്. എൻ്റെ പേര് ലോവിൻ റോസ്. ലോവ് അല്ല കേട്ടോ, ലവ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ലവിൻ റോസ് അതാണ് പേര്. ലോവ് എന്ന് ഞാൻ വായിച്ചത്. ലവിൻ റോസ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമുണ്ട്, നല്ല കാണാൻ നല്ല രസമുണ്ട്, കോപ്പിയാണെങ്കിൽ നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ലജോളി ഗ്രാൻഡ് പോലത്തെ ഒരു ബ്രെയിൻ റൂട്ടാണ്. റൊമാൻസ് ഗ്രാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. റൊമാൻസ് ഗ്രാൻഡ്. ഇത് മിക്കവാറും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. കുറച്ച് ബ്രെയിൻ റൂട്ട്സ് കൊണ്ടിട്ട് ലജോളി ഗ്രാൻഡെ പോലും എനിക്കിതിൽ സ്പോൺ ചെയ്യത്തില്ലേ, അതുപോലെ സ്വാഗി റോസിനൊക്കെ സ്പോൺ ചെയ്യത്തില്ലേ, അതുപോലെ ആയിരിക്കും ഈ സാധനം വരാൻ പോകുന്നത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവായിരിക്കും. നല്ല പാടായിരിക്കും. റോസ് ആൻഡ് ടെഡിയും ഒക്കെ കൊണ്ടുവരേണ്ടിയൊക്കെ വരും ഈ സാധനം കിട്ടാൻ വേണ്ടി. അന്നേരം ഇച്ചിരി നല്ല പാടായിരിക്കും. പക്ഷെ നല്ല കാണാൻ നല്ല രസമുണ്ട്. കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. സാമി എന്ന് പറയുന്നത് ഫ്യൂസിനകത്തായിരിക്കും മിക്കതും വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫ്യൂസിനകത്ത് വരാനാണ് സാധ്യത. സാമി എന്ന് പറഞ്ഞെങ്കിൽ ഫ്യൂസിനകത്ത് വരാനാണ് സാധ്യത. എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു ബ്രെയിൻ റൂട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബ്രെയിൻ റൂട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഈ ലവ് ബിയർ എന്ന് പറഞ്ഞൊരു ബ്രെയിൻ റൂട്ടാണ്. ഇതും ഒരു കോപ്പിയാണ്. മണി പൊകിയുടെ ഒരു കോപ്പിയാണ്. മണി പൊക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഒരു കോപ്പിയാണ് ലവ് ഡിയർ എന്ന്. ആ മണി പൊക്കി ലവ് ഡിയർ ഏകദേശം നല്ലൊരു സാമ്യമുള്ളതാണ്. അതിൻ്റെ ആനിമേഷനും ഏകദേശം മണി പൊക്കിയുടെയാണ്. ഈ വല്ല മിക്കതും കോപ്പിയാണ് വന്നിരിക്കുന്നത് സാധാരണ. പിന്നെ ഇതിന് മാറ്റം കൊണ്ട് ഇതൊരു ഭയങ്കര കോപ്പിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യും. നമുക്ക് ഇത്രയുള്ള ബ്രെയിൻ റൂട്ട്സ് എന്ന് തോന്നുന്നു ഇന്നത്തെ ഈവൻറ്റിൽ. നോക്കട്ടെ. അല്ലല്ല, ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇന്ന് ചിക്കലറ്റേറയുടെ ഒരു ഇത്. ഇതിൻ്റെ പേരെന്തുവാ? ചിക്കലറ്റേറിയ കുപ്പിറ്റേറിയ അങ്ങനെ കണ്ടിട്ട് ഇത് പേരടിയത്. എന്നാലും കൊള്ളാം. ഒരു ഏഞ്ചലിൻ്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള 2 വിങ്സ് ഒക്കെ വെച്ച് പറഞ്ഞിങ്ങനെ പോകുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഒരു വൈറ്റ് ആൻഡ് യെല്ലോ ഒരു തീമാണ് ഈ ബ്രെയിൻ റൂട്ട് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. എന്നാലും കോപ്പിയാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അഡ്മിനബീസിൽ കുറച്ച് ലീക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഇതുപോലത്തെ വീഡിയോക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ഈ വീഡിയോ ഇനി വേണമെങ്കിൽ എഗെയിൻ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലത്തെ ലാക്കോ ട്യൂസ്ഡേയും ഈ അഡ്മിനബീസിൻ്റെയൊക്കെ ലീക്സ് ഇടുന്നതായിരിക്കും. ഇത് മലയാളത്തിൽ ചെയ്യുന്ന ആൾക്കാർ കുറവാണെന്നാണ് എൻ്റെ തോന്നുന്നത്. മലയാളത്തിൽ ആരും ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ. എനിക്കറിയത്തില്ല പെർഫെക്റ്റായിട്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ട്രേഡൊക്കെ ചെയ്യാറുണ്ട്. VIP ഈ ഫ്ലൈയിങ് കാർപ്പറ്റ്, ബ്ലാക്ക് ഹോൾ സ്ലാപ്പൊക്കെ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട് ബ്രെയിൻ റൂട്ട്സിന് വേണ്ടി. നമ്മൾ എല്ലാം അത്യാവശ്യം നല്ലൊരു ഓഫറിനൊക്കെ നല്ല നമ്മൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഫ്ലൈയിങ് കാർപ്പറ്റും എല്ലാം. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ അടി കമൻറ്റ് ചെയ്ത് യൂസർ നെയിമും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓഫറോടെ കമൻറ്റ് ചെയ്തേരെ. പിന്നെ എൻ്റെ ബേസിൽ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ സ്കാമറല്ല, ആദ്യം പറയാം, സ്കാം ചെയ്യാറില്ല ഞാൻ. പിന്നെ ഞാൻ ആദ്യം എടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ എൻ്റെ ബേസിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇന്ന് ഗിഫ്റ്റ് ചെയ്യും. തന്നെ വിശ്വസിക്കും, ഞാൻ അങ്ങനെ സാരെ സ്കാം ചെയ്യാറില്ല. ഞാൻ എടുക്കും, എൻ്റെ ബേസിൽ വെക്കും, എന്നിട്ട് ഞാൻ അന്നേരം തന്നെ ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ട്രേഡ് ഉണ്ടെങ്കിൽ അതുപോലെ അവരുടെ മൈൻഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ യൂസർ നെയിം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഫർ ഒന്ന് കമൻറ്റ് ചെയ്തേരെ.
അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ് ചെയ്ത് കൂടെ കുടിക്കുക. എല്ലാവരും ലൈക്കൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചേരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എൻ്റെ ഒരു പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ. അപ്പം ഗുഡ് ബൈ. എല്ലാവർക്കും നല്ല അഡ്മിൻ ദിവസം ആവട്ടെ. അപ്പം ബൈ.